വെൽക്കം ടു മൂവി ബ്രാൻഡ്. സിനിമാ ലോകത്ത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് അമിതാഭ് ബച്ചന്റെയും രേഖയുടെയും. ഒരു കാലത്തെ ഹിറ്റ് ജോഡിയായിരുന്നു ഇരുവരും. ഇവരെക്കുറിച്ച് ബോളിവുഡിൽ പ്രചരിച്ച ഗോസിപ്പുകൾ ഏറെയാണ്. അമിതാഭ് ബച്ചനുമായും ബന്ധമുണ്ടെന്ന് മുൻപ് രേഖ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ ബച്ചനുമായി തനിക്ക് ബന്ധമില്ലെന്ന് രേഖ വ്യക്തമാക്കി. എന്നാൽ ഇവർ തമ്മിലുണ്ടായിരുന്ന അടുപ്പം ബോളിവുഡിൽ പരസ്യമായ രഹസ്യമായിരുന്നു. വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ ബച്ചനും രേഖയും ഏറെ വിമർശിക്കപ്പെട്ടു. അതേസമയം രേഖയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് അമിതാഭ് ബച്ചൻ ഒരിക്കൽ പോലും തുറന്ന് സമ്മതിച്ചിട്ടില്ല. ഗോസിപ്പുകൾക്കിടയിലും ജയാ ബച്ചനുമായുള്ള തന്റെ കുടുംബ ജീവിതം തകരാതിരിക്കാൻ അമിതാഭ് ബച്ചൻ ശ്രദ്ധിച്ചു. രേഖയുമായുള്ള ഗോസിപ്പുകൾ ജയാ ബച്ചനെ ബാധിച്ചിരുന്നുവെന്നും സിനിമാ ലോകത്ത് സംസാരമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ഇവരുടെ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 2015 അമിതാഭ് ബച്ചൻ പിക്കു എന്ന ചിത്രത്തിനു വേണ്ടി മികച്ച നടനുള്ള സ്റ്റാർ സ്ക്രീൻ അവാർഡ് നേടിയ വേളയിൽ അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ ബച്ചനും ജയയും ഒരുമിച്ച് എഴുന്നേറ്റു. ബച്ചൻ നേരെ അവാർഡ് ഏറ്റുവാങ്ങാനായി സ്റ്റേജിലേക്ക് പോയി. ജയാ ബച്ചൻ തന്റെ സ്ഥാനത്ത് ഇരുന്നു. ദൂരെ ഒരു സ്ഥലത്തിരിക്കുന്ന രേഖ അമിതാഭ് ബച്ചൻ അവാർഡ് സ്വീകരിക്കുന്ന സമയത്ത് ജയാ ബച്ചന്റെ നേരെ ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ചു. ജയാ ബച്ചനും രേഖയും ഒരുമിച്ചാണ് അമിതാഭ് ബച്ചൻ അവാർഡ് കിട്ടുന്നത് നേരിട്ട് കണ്ടത്. കാമുകിയും ഭാര്യയും ഒരുമിച്ച് ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവുന്നു. അന്ന് അമിതാഭ് ബച്ചനൊപ്പം രൺവീർ സിംഗിനും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു. ഇരുവരും സന്തോഷത്തോടെ അവാർഡ് സ്വീകരിച്ചു. അതെല്ലാം ജയയും രേഖയും ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. ദോ അഞ്ചാനെ, ആലാപ്, ഖൂൻ പസീന, സുഹാഗ്, റാം ബൽറാം, ശിശില എന്നീ സിനിമകളിലെല്ലാം അമിതാഭ് ബച്ചനും രേഖയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 1981 റിലീസ് ചെയ്ത യശ് ചോപ്ര സംവിധാനം ചെയ്ത ശിശില എന്ന ചിത്രത്തിലാണ് ബച്ചനും രേഖയും അവസാനമായി ഒന്നിച്ചത്. ഈ ചിത്രത്തിൽ ജയാ ബച്ചനും സുപ്രധാന വേഷത്തിലുണ്ട്. ശിശില എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ ബച്ചനും രേഖയും ഒരുപാട് സമയം ഒരുമിച്ചിരിക്കാറുണ്ട്. മാത്രമല്ല ഇരുവരുടെയും പ്രണയാർദ്ര നിമിഷങ്ങളും പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞ ജയാ ബച്ചൻ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് പിന്നീടും ജയയും ബച്ചനും ഒരുമിച്ച് സ്ക്രീനിൽ വരാതിരുന്നത്. ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ജയാ ബച്ചനും രേഖയും അന്ന് ജയ അമിതാഭ് ബച്ചനെ വിവാഹം ചെയ്തിട്ടില്ല. കരിയറിലെ താരത്തിളക്കത്തിൽ ജയ അറിയപ്പെടുന്ന കാലം. രേഖ അന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നതേയുള്ളൂ. ആദ്യത്തെ കുറച്ച് സിനിമകൾ വിജയിച്ചതോടെ രേഖ ജുഹു ബീച്ച് അപ്പാർട്ട്മെന്റിൽ ഫ്ളാറ്റ് വാങ്ങി. അതേ അപ്പാർട്ട്മെന്റിലാണ് ജയ അന്ന് താമസിച്ചത്. അന്ന് അറിയപ്പെടുന്ന നടിയാണ് ജയ ബാദുരി. ജയയുമായി വളരെ പെട്ടെന്ന് രേഖ സൗഹൃദത്തിലായി. ജയ അന്ന് അമിതാഭ് ബച്ചനുമായി പ്രണയത്തിലാണ്. ബച്ചനെ ആദ്യമായി രേഖ കാണുന്നത് ജയയുടെ ഫ്ളാറ്റിൽ വെച്ചാണ്. അന്ന് അമിതാഭ് ബച്ചൻ താരമായിട്ടില്ല. കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ട് വരുന്നതേയുള്ളൂ. അതേസമയം 10 വർഷത്തോളമായി സിനിമകളിലും രേഖ അഭിനയിക്കുന്നില്ല. അതേസമയം ബോളിവുഡിലെ അവാർഡ് വേദികളിലും മറ്റും നടി സാന്നിധ്യം അറിയിക്കാറുണ്ട്. ഏറെക്കാലം സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന ജയാ ബച്ചൻ കഴിഞ്ഞ വർഷം റോക്കി ഓൺ റാണി കി പ്രേം കഹാനി എന്ന സിനിമയിലൂടെ വീണ്ടും സാന്നിധ്യം അറിയിച്ചു.